ഡോക്ടർ അനിൽ മേനോനെന്ന പാലക്കാട് സ്വദേശി ആദ്യമായി ബഹിരാകാശത്തെത്തുന്ന മലയാളി എന്ന ചരിത്ര നേട്ടം കൈവരിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്തിനും കേരളത്തിനും ഇന്ത്യയ്ക്കും മുഴുവൻ അഭിമാനിക്കാവുന്ന മറ്റൊരു നേട്ടം കൂടി ടെക്നോ പാർക്കിലെ സ്പേസ് കമ്പനിയായ Hex20 സ്വന്തമാക്കിയിരിക്കുകയാണ്. തൈവാന് വേണ്ടി തിരുവനന്തപുരത്തിരുന്ന് സാറ്റലൈറ്റ് തയ്യാറാക്കി കഴിഞ്ഞ ജൂലൈ 7-ാം തീയതി അത് ഭ്രമണപഥത്തിൽ എത്തിച്ച് ദിവസവും കേരളത്തിന് മുകളിലൂടെ 2 തവണ ആ സാറ്റലൈറ്റ് വട്ടം കറങ്ങുന്നതിൻ്റെ അഭിമാന നിമിഷത്തിലാണ് Hex20. ഈ ചരിത്ര ദൗത്യത്തിന് സാക്ഷ്യം വഹിച്ച ദൗത്യത്തിലെ നിർണായക പങ്കാളികൾ ന്യൂസ് 18നോടൊപ്പം അവരുടെ അഭിമാന നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒപ്പം ചേരുകയാണ്. സ്വാഗതം. Separation confirmed. തൈവാന് വേണ്ടി തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ഇരുന്ന് തയ്യാറാക്കിയ ഒരു സാറ്റലൈറ്റിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഭ്രമണപഥത്തിൽ എങ്ങനെയാണ് എന്ന് ഞാൻ തിരുവനന്തപുരത്തിരുന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇങ്ങനെ ആശ്ചര്യവും അത്ഭുതവും നിറയുന്ന കാഴ്ചകളിലേക്ക് Hex20 എന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ സ്പേസ് കമ്പനികളിലൊന്നായ Hex20 ടെക്നോ പാർക്കിൽ അഭിമാനകരമായൊരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ആ നേട്ടത്തിൻ്റെ വിശേഷങ്ങളെ പറ്റിയാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. എന്നോടൊപ്പം ഈ പ്രോജക്റ്റിൻ്റെ ടീം ലീഡറായിരുന്ന ആതിര ബിആർ ചേരുന്നു. ആദ്യം മുതൽ പറയുകയാണെങ്കിൽ നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇത് ഞങ്ങളുടെ 2ാമത്തെ മിഷനാണ്. ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു 7-8 മാസം കഠിന പ്രയത്നം, അതിനുവേണ്ടി മാത്രം ടീമെല്ലാം ഒത്തുപരിശ്രമിച്ച് അവരുടെ 3 പേലോഡുകളും വഹിച്ചുകൊണ്ടാണ് ഈ ഉപഗ്രഹം പോയിരിക്കുന്നത്. ചെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉപഗ്രഹം പൂർണ്ണമായും ഹെൽത്തിയാണ്. കോണ്ടാക്റ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഡേറ്റാസ് എല്ലാം പബ്ലിക്ലി അവൈലബിളും ആണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആദ്യത്തെ പേലോഡ്, തൈവാൻ്റെ ആദ്യത്തെ പേലോഡ് ആക്ടിവേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡേറ്റയൊക്കെ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കറിയേണ്ട എത്ര നാളുകൊണ്ടാണ് ഇത് നമുക്കിവിടെ മോൾഡ് ചെയ്യാൻ പറ്റിയത് ഈ സാറ്റലൈറ്റ്? നമ്മൾ മാക്സിമം 8 മുതൽ 1 വർഷം വരെയാണ് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കാൻ. നമ്മൾ ഉണ്ടാക്കുന്ന സാറ്റലൈറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്യൂബ് സാറ്റ് അല്ലെങ്കിൽ നാനോ സാറ്റലൈറ്റ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന സാറ്റലൈറ്റ് ആണ്. നിശ്ചിത അളവ്, തൂക്കം എല്ലാമുള്ള ഷേപ്പും എല്ലാം ആ ഡയമെൻഷനിൽ തന്നെ നിന്നുകൊണ്ട് മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ഉപഗ്രഹമാണ് ക്യൂബ് സാറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു 3U എന്ന് പറയുന്ന ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 1 മുഴം നീളം മാത്രമുള്ള ഒരു സാറ്റലൈറ്റ് ആണ്. ഇത് നാനോ സാറ്റലൈറ്റിൻ്റെ ആയിട്ട് വരുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് വരുന്ന പവർ റിലേറ്റഡ് ആയിട്ടുള്ള, പിന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ, അതിൻ്റെ മെക്കാനിക്കൽ എല്ലാ ഡിസൈൻസും ഇൻഹൗസ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്നൊന്നുമല്ല, ഇവിടുത്തെ ടീം തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്ത് മാനുഫാക്ചറിങ്ങും ഇവിടുത്തെ ലോക്കൽ വെൻഡേഴ്സൊക്കെ ആയിട്ടാണ്. നമുക്കിവിടെ തിരുവനന്തപുരത്ത് നിന്ന് വെൻഡേഴ്സ് എന്ന് പറയുമ്പം ഇവിടെ ISRO, VSSC എല്ലാം തുടങ്ങിയ സ്ഥലങ്ങളാണ്. അപ്പം വെൻഡേഴ്സിനെ കിട്ടാൻ ആക്ച്വലി ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം അത് ഞങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എഫക്റ്റും കൂടെയാണ്. അവരുടെ ഹെൽപ്പോടുകൂടി തന്നെയാണ് നമ്മളിത് മാനുഫാക്ചർ ചെയ്ത് ഈ കാണുന്ന ഞങ്ങൾക്കൊരു ലാബുണ്ട്. ആ ലാബിൻ്റെ അകത്ത് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാറ്റലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 8 മാസം മുതൽ 1 വർഷം വരെ അകത്ത് തന്നെ സാറ്റലൈറ്റ് മാനുഫാക്ചറിങ് മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സും അതിന് അകം തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ലോഞ്ച് ചെയ്യാൻ കഴിയും. ഇത് ഏറ്റവും കുഞ്ഞു സാറ്റലൈറ്റ് വിഭാഗം മാത്രമാണ്. ഇനി ഞങ്ങൾ പതുക്കെ ഇത് വലിയ സാറ്റലൈറ്റിലോട്ട്
പോയിക്കൊണ്ടിരിക്കുക. ഇത് എന്ത് പർപ്പസിലാണ് ഈ തൈവാന് വേണ്ടി നമ്മളിത് നിർമ്മിച്ചിരിക്കുന്ന സാറ്റലൈറ്റ് എന്ത് പർപ്പസിലായിരുന്നു? അത് ആദ്യം സാറ്റലൈറ്റ് എന്ന് ഒരു പേലോഡ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ഭ്രമണപഥത്തിൽ എത്തുമ്പോഴത്തേക്കും അത് സ്റ്റേബിളായിട്ട് നിൽക്കാറില്ല. അപ്പോൾ ആ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കാരണം സാറ്റലൈറ്റ് ഇങ്ങനെ ടംബ്ലിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ടംബ്ലിങ് ഒരു ആക്സസിൻ്റെ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണം ഗൈറോസ്കോപ്പ് എന്ന് പറയും. അത് ഫൈബർ ബേസ്ഡ് ഗൈറോസ്കോപ്പിൽ അവർ നിർമ്മിച്ചിരിക്കുന്ന പേലോഡ് സ്പേസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ പേലോഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പേലോഡ് എന്ന് പറയുന്നത് ഒരു സാറ്റലൈറ്റ് ഒരു ട്രാൻസ്മിറ്റർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിറ്റർ ഓട്ടോമാറ്റിക് പാക്കറ്റ് റെസ്പോൺസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വെരി ഹൈ ഫ്രീക്വൻസിയിൽ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡ്യൂൾ വർക്ക് ചെയ്യുന്നുണ്ടോ, സ്പേസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നായിരുന്നു രണ്ടാമത്തത്. മൂന്നാമത്തതെന്ന് പറയുന്നത് തായ്വാനിൽ തന്നെ നിർമ്മിച്ച ഒരു സോളാർ സെല്ല് അത് ഒരു പാനലിൽ ഞങ്ങൾക്ക് 4 പാനൽസ് ഉണ്ട്. 4 സൈഡിൽ 4 പാനൽസ് വെച്ചിട്ടാണ് പവർ ജനറേഷൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൗരോർജ്ജം കൊണ്ടിട്ട്. അതിൽ ഒരു പാനൽ 7 സെല്ല് അവരുടെ കമ്പനിയുടെ സോളാർ സെല്ല് ഉപയോഗിച്ചിട്ട് അത് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ, നമ്മുടെ ബാറ്ററി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററിയിൽ അത് ചാർജ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ദൗത്യം. അത് ആദ്യം മുതലേ തന്നെ ലോഞ്ച് ചെയ്ത് സാറ്റലൈറ്റ് ഓൺ ആയി സൂര്യനെ കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ ആ പേലോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പ്രത്യേകമായിട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഇപ്പം ഇന്ന് 8ാമത്തെ ദിവസമാണ്. അപ്പോൾ 8 ദിവസവും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ആ സോളാർ പാനലിൻ്റെ. ഇത്രയാണ് നമ്മൾ തായ്വാന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി എപ്പോഴാണ് തായ്വാൻ കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എങ്ങനെയാണ്? നമ്മളിപ്പം ഡിസ്കഷനിലാണ് കുറേ പ്രൊജക്ട്സ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറേ പ്രൈവറ്റ് ഫേംസ് ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് സാറ്റലൈറ്റ് മേഖലകളിൽ. അപ്പം അവരുടെ പേലോഡ്സ് അല്ലെങ്കിൽ അവരുടെ കുറേ സിസ്റ്റംസ് സ്പേസിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിയുമോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറേ എൻക്വയറീസ് വരുന്നുണ്ട്. അതിൽ കുറേ കമ്പനീസുമായിട്ട് ഞങ്ങളിപ്പോൾ ഡിസ്കഷനിലാണ്. ഞങ്ങളുടെ അടുത്ത കുറച്ച് മിഷൻസിൽ അവരുടെ പേലോഡുകളും വഹിച്ചുകൊണ്ട് കുറച്ചും കൂടെ വലിയ രീതിയിലുള്ള സാറ്റലൈറ്റ്സ് ആണ് ഞങ്ങൾ വിടാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ പോയേക്കുന്ന സാറ്റലൈറ്റ് കൊയോ, ഇപ്പോൾ പോയിരിക്കുന്ന സാറ്റലൈറ്റിന്റെ പേര് കൊയോ. രണ്ടെണ്ണം കൂടെ പ്ലാനിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലല്ല, ഈ വർഷം തന്നെ ഞങ്ങൾക്ക് കോസ്പാർ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് ഇറങ്ങുന്നുണ്ട്. അതും സെയിം കൊയോയുടെ അതേ ഡയമെൻഷനിലുള്ള സാറ്റലൈറ്റ് തന്നെയാണ്. പക്ഷേ പേലോഡ്സ് എന്ന് പറയുന്നത് US നിന്നും ഫ്രാൻസിൽ നിന്നും തായ്വാനിൽ നിന്നും വരുന്ന 3 പേലോഡുകൾ വഹിച്ചിട്ടാണ് അത് പോകുന്നത്. അത് ഏകദേശം ഈ വർഷം അവസാനത്തോടുകൂടി ഉണ്ടാവും. പിന്നെ വേറെയും സാറ്റലൈറ്റ് പൈപ്പ് ലൈനിൽ ഈ വർഷം തന്നെയുണ്ട്. അപ്പോൾ ലോഞ്ച് നമ്മൾ സെക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ്ലി നമ്മൾ ലോഞ്ചസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന SpaceX വഴി തന്നെയാണ്. കാരണം 3 മാസം കേഡൻസിൽ ഞങ്ങൾക്ക് ലോഞ്ച് കിട്ടും. കാരണം 8 മാസം 1 വർഷം നമ്മളൊരു കസ്റ്റമറിൻ്റെ അടുത്ത് ലോഞ്ച് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് ലോഞ്ച് വെഹിക്കിൾസും വേണം. അപ്പം അത് കാരണം നമ്മളിപ്പം ലോഞ്ച് സെക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ഈ വർഷത്തെ പൈപ്പ് ലൈന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഡിങ്കൻ മായാവി ഇങ്ങനെ 2 പേരുകളൂടെ കേൾക്കുന്നുണ്ട്, എന്താണ് അതുകൊണ്ട്? അതെ, മായ V1 ആൻഡ് ഡിങ്ക് N1. അത് മൾട്ടി അസിമുലേറ്റഡ് വെഹിക്കിൾസ് ആണ് മായാവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ നിന്നുള്ള 2 പേലോഡ് കമ്പനികളുടെ പേലോഡ് വഹിച്ചുകൊണ്ട് ഇനോർബിറ്റ് ഡെമോൺസ്ട്രേഷൻ എന്നാണ് ഞങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത്, ഞങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡയമെൻഷൻ ഏകദേശം 16U 16U ഏകദേശം ഒരു 20 കിലോഗ്രാം 20 kg ഭാരം വരുന്ന സാറ്റലൈറ്റാണ് മായ V1 എന്ന് പറയുന്നത്. ഡിങ്കൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ കുറച്ചും കൂടെ വലിയൊരു അംബീഷ്യസ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. ഡയറക്റ്റ് ഇമേജിംഗ് നെറ്റ്വർക്ക് നോഡ് 1, അതാണ് ഡിങ്ക് N1 എന്ന് പറയുന്നത്. അതിന് ഞങ്ങൾ ഒരു 10 സാറ്റലൈറ്റായിട്ട് ഒരു കോൺസ്റ്റലേഷൻ രൂപേണ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഫുൾ ഇമേജിംഗ് പേലോഡ്സ് ആയിരിക്കും കൂടുതലും വരുന്നത്. വിസിബിൾ ക്യാമറ കൂടാതെ തന്നെ ഒരു ഇൻഫ്രാറെഡ് ക്യാമറ, പിന്നെ സാറ്റലൈറ്റ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്, അതെല്ലാം പ്ലാൻ ചെയ്തിട്ട് ഒരു 10 സാറ്റലൈറ്റ്സ് ആണ് ഡിങ്ക് N1 ഞങ്ങൾ പറയുന്നത്. അതെ, ഡിങ്ക് N ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എന്നോടൊപ്പം പ്രൊജക്റ്റിൻ്റെ ഭാഗമായ മറ്റ് വിദഗ്ധരോട് ചേരുന്നു. മനു, ഇതിൽ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യം, അത് നമ്മൾ വിക്ഷേപിച്ചു എന്ന് മാത്രമല്ല, അത് വിജയകരമായി അവിടെ ഭ്രമണപഥത്തിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു ചലഞ്ചായി തോന്നിയത് എന്താണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി? ഇപ്പം ആതിര പറഞ്ഞത് കൂട്ട് നമ്മുടെ കംപ്ലീറ്റ് ഡിസൈനും ഡെവലപ്മെൻറ്റും നമ്മൾ Hex20 തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പം വൺസ് ഡിസൈൻ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടെസ്റ്റിംഗ് ഫേസ് ഉണ്ട്. അപ്പോൾ ടെസ്റ്റിംഗ് ഫേസ് നമ്മുടെ സൈഡിലല്ല,
അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കീഴിൽ ഇൻസ്പേസ് എന്ന് പറയുന്ന ഒരു എനേബിളർ ഉണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ ഫെസിലിറ്റിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കംപ്ലീറ്റ് സാറ്റലൈറ്റിനെ ഒരു സ്റ്റേജസ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്. പറഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ട്, പിന്നെ തേർമൽ സൈക്ലിങ്സ് ഉണ്ട്. അപ്പോൾ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ് റോക്കറ്റിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം വിക്ഷേപണ സമയത്ത് അത് സർവൈവ് ചെയ്യുന്നുണ്ടോ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് സർട്ടിഫിക്കേഷൻ ഇൻസ്പേസ് സർട്ടിഫിക്കേഷൻ തന്ന് ആ സർട്ടിഫിക്കറ്റ് നമ്മൾ സ്പേസ് എക്സിന് കൊടുത്താൽ മാത്രമേ നമ്മുടെ സാറ്റലൈറ്റ് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യത്തുള്ളൂ. അത് ഒന്ന്. രണ്ടാമത്തത് ആതിര പറഞ്ഞതുപോലെ നമ്മുടെ സാറ്റലൈറ്റ് ഇപ്പോൾ വളരെ ഹെൽത്തിയാണ്. സൂര്യനെ നോക്കുമ്പോഴും അതല്ല എക്ലിപ്സ് സൈഡിൽ പോകുമ്പോഴും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സൂര്യനെ നോക്കുന്ന സമയത്ത് നമ്മുടെ സോളാർ പാനൽസ് ചെയ്യുന്ന നമുക്ക് ഊർജ്ജം കിട്ടുന്നുണ്ട്. അതൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ വേറൊരു ഫെസിലിറ്റി ഉണ്ട്. TVAC എന്ന് പറയുന്നൊരു ഫെസിലിറ്റിയാണ്. അതായത് ഓർബിറ്റിൽ വാക്യൂം കണ്ടീഷൻസ് നമ്മൾ അവിടെ റീക്രിയേറ്റ് ചെയ്ത് പിന്നെ ഓർബിറ്റിൽ വരാവുന്ന ഏറ്റക്കുറച്ചുകൾ ടെമ്പറേച്ചർ നമുക്ക് സോളാർ പാനലിൽ നമുക്ക് സൂര്യനെ ഫേസ് ചെയ്യുമ്പോൾ ഒരു 60 തൊട്ട് 70 ഡിഗ്രി വരെ നമുക്ക് പോവാം. തിരിച്ച് എക്ലിപ്സിൽ പോകുമ്പോൾ അതായത് സൂര്യനെ മറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു -40 വരെ പോവാം. അപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പിൽ ടെമ്പറേച്ചർ ഒരു ഡെൽറ്റ വരുന്ന സമയത്ത് നമ്മുടെ സാറ്റലൈറ്റ് അത് താങ്ങുന്നുണ്ടോ, സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും വരുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ നമ്മുടെ സാറ്റലൈറ്റിൽ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫൈൻ. അതായത് നമ്മുടെ എഞ്ചിനീയേഴ്സ് രാത്രിയോ പകലെന്നോ ഇല്ലാതെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത സാധനം ഈ ഒരു ടെസ്റ്റിംഗ് കഴിയുമ്പോഴാണ് നമുക്കൊരു മാക്സിമം കോൺഫിഡൻസ് കിട്ടുക. അതൊരു 4 ആഴ്ചയോളം ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് നമുക്ക് മെക്കാനിക്കൽ സൈഡിൽ നിന്നും ഇലക്ട്രിക്കൽ സൈഡിൽ നിന്നും പിന്നെ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നും വരുന്ന ഒരു 30-35 പേരടങ്ങുന്ന ഒരു ടീമാണ് ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൾമിനേഷൻ എന്ന രീതിയിലാണ് ആ ടെസ്റ്റിംഗ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെസ്റ്റിംഗ് ഫേസ് നമ്മൾ അഹമ്മദാബാദിലുള്ള ഇൻസ്പേസ് ഫെസിലിറ്റിയിലാണ് നമ്മൾ ചെയ്തത്. സോ നമുക്ക് പറയാം ഒരു ഏറ്റവും സങ്കീർണമായ ഒരു ഫേസാണത്. അപ്പം അവിടെ മാത്രമല്ല എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നത്, ഇവിടെയും എഞ്ചിനീയേഴ്സ് 24/7 അത് നോക്കി അതിൻ്റെ അനാലിസിസ് ഒക്കെ ചെയ്ത് ആണ് നമുക്കിത് ഫൈനലി നമ്മൾ വിക്ഷേപണത്തിന് വേണ്ടി സജ്ജമാക്കിയത്. ഓക്കെ, അതായത് കേരളത്തിൽ ഇരുന്ന് സ്പേസ് എക്സിന് വേണ്ടിയൊക്കെ ഒരു സാറ്റലൈറ്റ് നിർമ്മിച്ച് അത് അവിടേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമായി മാറും. അങ്ങനെ ഒരു ദൗത്യമുള്ള ഒരു കമ്പനി ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് തന്നെ കേരളത്തിന് കൂടി അഭിമാനമാണ്. ഈ X20 ആദ്യത്തെ ജീവനക്കാരൻ സാലി എന്നോടൊപ്പം ചെയ്യുന്നു. സാലി, എങ്ങനെയാണ് ഈ ആദ്യമായി ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള വലിയ ദൗത്യങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഞാനായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ എംപ്ലോയി എന്നുള്ളത്. ജോയിൻ ചെയ്ത് ഇവിടെ എത്തിയ ശേഷമാണ് ഞാൻ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനാണ് ഇവിടുത്തെ ആദ്യത്തെ എംപ്ലോയി. അപ്പോൾ എനിക്ക് പണ്ട് മുതൽ സ്പേസിനോടുള്ള വളരെയധികം താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു അംബീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ വന്ന ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് മിഷൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അതെല്ലാം ഇനീഷ്യൽ ഡിസ്കഷനിലായിരുന്നു. കാരണം ഇവിടെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല, ലാബ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജോയിൻ ചെയ്ത ഏകദേശം 4 മാസം ശേഷമാണ് ഈ ഓഫീസ് പോലും ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രൊജക്ട് വർക്ക്സ് ഓരോന്നായിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ലാബ് വർക്ക്സും കാര്യങ്ങളും അതിൻ്റെ ഡിസൈൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നീട് നമ്മൾ ആദ്യത്തെ സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഒരു 20-25 എംപ്ലോയീസ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മുടെ രണ്ടാമത്തെ സാറ്റലൈറ്റായ കോയയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഏകദേശം 40-50 എംപ്ലോയീസ് ആയി. ഇന്ന് നമുക്കൊരു 60ഓളം എംപ്ലോയീസ് ഉണ്ട് ഇനി അടുത്ത മിഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇൻ്റർനാഷണൽ മിഷൻസ് ആയിരിക്കും കൂടുതലെന്നൊക്കെ അറിയാമായിരുന്നു. കാരണം ഇന്ത്യൻ എക്കോസിസ്റ്റം ആ സമയത്ത് ഡെവലപ്പായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതലും ഇൻ്റർനാഷണൽ പേലോഡ്സുകളും മറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പനികളിൽ നിന്നായിരിക്കും കിട്ടുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ പേലോഡുകളിലെല്ലാം നമുക്ക് കണ്ടുവരുന്നത്. അപ്പോൾ ഈ തൈവാനിൽ അയച്ചിരിക്കുന്ന ഈ സാറ്റലൈറ്റിൻ്റെ പ്രവർത്തനം, തൈവാന് കൈമാറിയിരിക്കുന്ന ഈ സാറ്റലൈറ്റിൻ്റെ പ്രവർത്തനം ഇപ്പോൾ എങ്ങനെയാണ് എന്ന് തിരുവനന്തപുരത്തിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. അരുൺ ഈ പ്രോജക്റ്റിൻ്റെ ലീഡാണ്, ഇലക്ട്രിക്കൽ ലീഡാണ്. അപ്പം എങ്ങനെയാണ് നമുക്കൊന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ വെബ്സൈറ്റിൽ അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് റിയൽ ടൈം ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഡാറ്റ. ഇപ്പോൾ എത്ര ഹെൽത്തിയാണ് ബാറ്ററി, എത്ര ഹെൽത്തിയാണ് ബാക്കിയുള്ള പേലോഡ്സ്, എന്താണ് ഇപ്പോൾ പേലോഡിൻ്റെ കണ്ടീഷൻ, എത്ര ടെമ്പറേച്ചറിൽ കൂടെയാണ് അത് കടന്നു പോകുന്നത് തുടങ്ങിയ എല്ലാ ഡാറ്റയും നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഈ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻ ഹൗസ് ആയിട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്തതാണ്. ഓക്കെ, ഇതിൻ്റെ അപ്പം എക്സ്പയറി എത്രയാണ് നമുക്ക് ഇതിലത് വ്യക്തമാണോ? നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു 6 മുതൽ 1 വർഷം വരെയാണ് ഈ പേലോഡിൻ്റെ അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റിൻ്റെ കാലാവധി നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതിനുള്ള ടെസ്റ്റും കാര്യങ്ങളും നമ്മളോട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളത് പ്രതീക്ഷിക്കുന്നു, അത്ര തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതൊരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആണ് നമുക്ക് എല്ലാ ടെസ്റ്റുകളും എല്ലാ ഇൻഫോർമേഷൻസും കിട്ടുമെന്നുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ പോയേക്കുന്ന 3 പേലോഡും അത് സക്സസ്ഫുള്ളി തന്നെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് ടെസ്റ്റുകൾ ഓടിക്കുന്നുണ്ട്. ഡാറ്റകൾ
ഇൻ്റർവെല്ലുകളിൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് ഇതുവരെയുള്ള സ്റ്റാറ്റസ് വെച്ചിട്ട് എല്ലാം നല്ല രീതിയിൽ പോകുന്നു, പ്രതീക്ഷിച്ച പോലെ എല്ലാം നടക്കുന്നുണ്ട്. തൈവാനിലേക്കുള്ള ഈ സാറ്റലൈറ്റ് തിരുവനന്തപുരത്ത് നിർമ്മിച്ച് ഷിപ്മെൻറ്റ് മുഖേനയാണ്, അതായത് ഇത് ജലമാർഗമാണ് തൈവാനിൽ എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അത് സ്പേസ് എക്സിന് കൈമാറുകയായിരുന്നു. പിന്നീടാണ് കഴിഞ്ഞ ജൂലൈ 7-ാം തീയതി ഇത് റോക്കറ്റിൽ ഘടിപ്പിച്ച് ഇത് ഭ്രമണപഥത്തിലേക്ക് എത്തുന്ന ലോഞ്ചിങ് ഉൾപ്പെടെ നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന, കൗതുകമുണർത്തുന്ന കാര്യം എത്രയധികം തുക പണം ഇതിന് ആവശ്യമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഈ ദൗത്യത്തിൻ്റെ ഭാഗമായ ആദരവ് ഉൾപ്പെടെയുള്ളവരോട് ചോദിച്ചു. അവരെന്നോട് അതിൻ്റെ ചിലവ് എത്രയായെന്ന് ഓഫ് റെക്കോർഡിൽ പറഞ്ഞു. പക്ഷേ സ്പേസ് എക്സും ഈ X-20 തമ്മിലുള്ള കരാർ അനുസരിച്ച് ഇതിന് എത്ര രൂപ ചിലവായി എന്ന കാര്യം പരസ്യപ്പെടുത്താൻ പാടില്ല എന്ന് കൃത്യമായി അവർ നിഷ്കർഷിച്ചിട്ടുണ്ട്. അങ്ങനെയൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് അതിന് എത്ര രൂപ ചിലവായി ഈ സാറ്റലൈറ്റ് നിർമ്മിക്കാൻ എന്നത് കൃത്യമായി അവർക്ക് അത് ഔദ്യോഗികമായി വെളിപ്പെടുത്തുന്നതിന് പരിമിതിയുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ഈ ലോഞ്ചിങ് പാഡിലേക്ക്, അതായത് ഈ റോക്കറ്റിൽ ഘടിപ്പിക്കുന്നത് വരെ അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. ഈ സ്പേസ് എക്സിന് ഇത് കൈമാറി ഇത് റോക്കറ്റിൽ ഘടിപ്പിക്കുന്നത് വരെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ആ സംഖ്യ എത്രയാണ് എന്ന് കേട്ട് തന്നെ ഞാൻ കണ്ണ് തള്ളിപ്പോയി. കാരണം ഇതെല്ലാം US ഡോളറിലാണ് കേട്ടോ. ഈ US ഡോളറിൽ അത്രയധികം രൂപയുടെ ചിലവാണ് ഇതിൻ്റെ ഒരു ഈ ഗതാഗതത്തിന് മാത്രം. അതായത് ഈ സാറ്റലൈറ്റ്, ഈ നാനോ സാറ്റലൈറ്റ്, അതാണ് നാനോ സാറ്റലൈറ്റ് ഈ ലോഞ്ചിങ് പാഡിന് അടുത്തേക്ക് സ്പേസ് എക്സ് മുഖേന എത്തിക്കുന്നതിന് US ഡോളർ കണക്കിൽ ചിലവാക്കിയിരിക്കുന്ന തുക കേട്ടപ്പോൾ തന്നെ നമ്മൾ സ്തംഭിച്ചു പോകും. അത്രയധികം രൂപയാണ് അതിന് ചിലവായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സാറ്റലൈറ്റ് നിർമ്മിക്കാൻ എത്രയധികം പണം ചിലവായി കാണുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും അതൊരു വലിയ തുകയാണ്. അത് ഈ നിയമപരമായ പരിമിതികൾ നിലനിൽക്കുന്നതുകൊണ്ട് ആ തുക നമുക്ക് വെളിപ്പെടുത്താൻ ഈ ഘട്ടത്തിൽ കഴിയുന്നില്ല. പക്ഷേ നമുക്ക് ആ ചോദ്യം അവരോട് ചോദിക്കാതിരിക്കാനും കഴിയില്ല. ചോദ്യം ചോദിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനോട് അത് എങ്ങനെ പ്രതികരിക്കണമെന്നത് കമ്പനിയുടെ പ്രതിനിധികൾ തന്നെ തീരുമാനിക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു പക്ഷേ രാജ്യത്തെ ഒരു സ്വകാര്യ കമ്പനി ഇങ്ങനെ മറ്റൊരു വിദേശ രാജ്യത്തിന് വേണ്ടി സാറ്റലൈറ്റ് തയ്യാറാക്കി അത് അവർക്ക് കൈമാറുന്ന ഒരു പ്രക്രിയയുടെ ഒരു ഇതിനു മുമ്പും ഇങ്ങനത്തെ വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത, അതായത് അത് ഔദ്യോഗികമായി അത് ഈ സാറ്റലൈറ്റ് നിർമ്മിച്ച് അത് അവർക്ക് കൈമാറി പിന്നീട് ആ രാജ്യത്തിന് വേണ്ടി സ്പേസ് എക്സ് മുഖേന അമേരിക്കയിൽ നിന്ന് ഇത് ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചു എന്നുള്ള വാർത്ത അത് അപൂർവങ്ങളിൽ അപൂർവമാണ്. രാജ്യത്തെ സംബന്ധിച്ചത് വലിയൊരു നേട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി വരാനിരിക്കുന്ന ഈ സാറ്റലൈറ്റുകളും, അതായത് മായാവിയും ഡിങ്കനുമൊക്കെ അത് വലിയ തരത്തിൽ പ്രതീക്ഷകൾക്ക് വക നൽകുന്ന ഒന്നായി മാറുന്നതും. അങ്ങനെയൊരു ചരിത്ര ദൗത്യത്തിന് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചു, അല്ലെങ്കിൽ തലസ്ഥാനത്തിരുന്ന് ടെക്നോ പാർക്കിലെ ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഒരു മുറിക്കുള്ളിൽ ഇരുന്ന് ചില വിദഗ്ധർ ഒരുമിച്ച് കൂടിയപ്പോൾ ഇത്രയും വലിയൊരു അത്ഭുതം കാണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് എത്രയധികം നേട്ടങ്ങൾ എത്തിപ്പിടിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു നേരിയ ഉദാഹരണം കൂടിയായി ഇത് മാറുകയാണ്. അവിടെയാണ് ഇപ്പോൾ X-20 കൈവരിച്ചിരിക്കുന്ന ഈ നേട്ടം അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒന്നായി മാറിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് തുകയുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ അത് അവസാനമായി ഈ പ്രൊജക്ട് മാനേജർ കൂടിയായ ആതിരയോട് തന്നെ ചോദിക്കുന്നതാകും ഉചിതം. നമുക്ക് ആതിരയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ആതിര, അവസാനമായി ഒരു കാര്യം കൂടി, അതായത് എനിക്കറിയാം നമ്മൾ മറ്റൊരു രാജ്യവുമായുള്ള ഒരു കോൺട്രാക്റ്റാണ്, സ്പേസ് എക്സുമായുള്ള കോൺട്രാക്റ്റാണ്. പക്ഷേ ഇതൊരു ക്യൂരിയസ് എമൗണ്ട് ചിലവായിട്ടുണ്ടായിരിക്കുമോ? ചിലവായിട്ടുണ്ടാവും.
ചിലവായിട്ടുണ്ടാവും. ചിലവായത് മാത്രമല്ല, ഇപ്പം മനു അല്ലെങ്കിൽ സാലി പറഞ്ഞതുപോലെ 35 എൻജിനീയേഴ്സ് 40 എൻജിനീയേഴ്സിൻ്റെ 8 മാസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ പറയുന്നത് കുറച്ച് അധികമാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഒരു എസ്പെഷ്യലി അവസാനത്തെ ആ 4 ആഴ്ചകളെന്ന് പറയുന്നത് ഉറക്കമില്ലാതെ തന്നെയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. കാരണം ഫെസിലിറ്റി അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, സാറ്റലൈറ്റ് അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രബിൾ ഷൂട്ട് ചെയ്താൽ നമ്മൾ ഉടനെ അത് ചെയ്യണം. അപ്പോൾ അവിടെ 7 പേര് അറ്റ് പ്രസൻറ്റ് എപ്പോഴും കാണും ഓഫീസിൽ. ഇവിടെ എല്ലാവരും ഡേറ്റ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഒരു സാറ്റലൈറ്റ് പോകുന്നതിന് മുന്നേ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അവിടെ വെച്ചിട്ടേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് വാസ് ഹ്യൂജ്. അതുകൂടാതെ നമ്മുടെ എഫേർട്ടും വാസ് ഈക്വലൻറ്റ് എന്ന് തന്നെ പറയാം. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തായ്വാന് വേണ്ടിയിട്ട് ചെയ്തതാണ്. നമ്മൾ സാലി വന്ന് തുടങ്ങിയപ്പം നമ്മൾ സാറ്റലൈറ്റ് മാത്രമല്ല, ഞങ്ങൾക്ക് വേറൊരു ഫോർമാറ്റ് ഉണ്ട്, ഫ്ലാറ്റ് സാറ്റ്സ് എന്ന് പറയുന്നത്. അത് യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ അല്ലെങ്കിൽ കൺട്രീസിനെ തന്നെ നമ്മൾ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ലൈനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് HEX20. അപ്പോൾ ആ പ്രൊഡക്റ്റ് ലൈൻ നമ്മൾ UAEക്ക് വേണ്ടി കൊടുത്ത് അവർ അത് വച്ച് പഠിച്ച് നമ്മുടെ സോഫ്റ്റ്വെയറുകൾ നമ്മുടെ ഹാർഡ്വെയർ എല്ലാം ഫെമിലിയറൈസ് ആയി കഴിഞ്ഞിട്ട് UAE സ്പേസ് ഏജൻസിയുമായിട്ട് ഞങ്ങൾക്കൊരു ഡീപ്പ് മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, സഫർ. അത് ആസ്ട്രോയിഡിൽ പോകുന്ന മിഷനാണ്. ഞങ്ങൾ അതിൻ്റെ ഇമ്പാക്ടറാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സാലിയാണ് അതിൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയർ ഡിസൈനൊക്കെ ചെയ്യുന്നത്. അപ്പം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആദ്യത്തെ പ്രൊജക്റ്റ്. അതിൻ്റെ കൂടെയാണ് കൊയോ വന്നതും അതിന് ശേഷമാണ് ആക്ച്വലി നിള വന്നതും. പക്ഷേ സാഹചര്യം നമ്മൾ നിള ആദ്യം പോയി, കൊയോ രണ്ടാമതും. പക്ഷേ സഫർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഫർ ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം മുതലേ ഞങ്ങൾ ഇൻ്റർനാഷണൽ കൊളാബറേഷനിൽ, കാരണം സാലി പറഞ്ഞതുപോലെ നമ്മുടെ ഇക്കോ സിസ്റ്റം ആ സമയത്ത് നമ്മളിത് തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് മുതലേ പ്രൊജക്ട്സ് വന്നു തുടങ്ങിയത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് തന്നെയായിരുന്നു. വേറെ ഏതൊക്കെ രാജ്യത്താണ് ഈ HEX20ക്ക് ഒരു ബേസ് ഉള്ള രാജ്യങ്ങൾ എവിടേക്ക്? തായ്വാനിലൊരു ബേസ് ഉണ്ട് ഞങ്ങൾക്ക്, UAEയിൽ ഒരു ബേസ് ഉണ്ട്, ഇപ്പം US ലേറ്റസ്റ്റ് ആയിട്ട് US ഒരു ബേസ് ഉണ്ട്. അപ്പം ഈ മറ്റ് രാജ്യങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ പ്രൊജക്റ്റുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ വരാനാണ് സാധ്യത. അതെ, അത് തന്നെയാണ് സാധ്യത. അപ്പം അത് ആ കണക്ട് ഉപയോഗിച്ച് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ ഓഫീസ് ബേസും തുടങ്ങുന്നത്. സോ ദാറ്റ് അവർക്ക് ഞങ്ങളെ ആരാണോ പ്രൊജക്റ്റ് ഏൽപ്പിക്കുന്നത് അവർക്ക് കംഫർട്ടബിൾ ആവണം. നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ എംപ്ലോയീസിൻ്റെ ആ സമയമല്ല, അവരുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസ് വരുവാണെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? നമ്മൾ ഒരു അവർ എപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ പേലോഡ്സിന് എന്തെങ്കിലും ഒരു ആംബിഗ്യൂറ്റി നടക്കുന്നുണ്ട്, അത് അവരെ അറിയിക്കണം. അപ്പോൾ അതിന് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ പ്ലസ് നമുക്കൊരു റിലയബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു റിലയബിലിറ്റി വേണമെങ്കിൽ അത് ബീയിങ് എ ഹാർഡ്വെയർ കമ്പനി നമ്മൾ ആ സ്റ്റേഷനിൽ ഉണ്ടാവണം. സോ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അവസാനമായി ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കാണും, ഈ സ്പേസ് മേഖലയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കാണും. അവർക്ക് ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെയായിരിക്കും? ഇൻസ്പേസ് പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് വന്നത് തന്നെ ഇന്ത്യയുടെ പ്രൈവറ്റ് സെക്ടറിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കാരണം തന്നെ ഇപ്പം ഏകദേശം 200ഓളം സ്പേസ് കമ്പനികളിൽ മാത്രം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കേരളത്തിൽ നിന്നും ഉണ്ട് കമ്പനികൾ. അപ്പം നിങ്ങൾ സ്പേസ് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. ആൻഡ് സ്പേസ് എക്സ് പ്രൂവ്ഡ് ഇറ്റ്. IPOയിൽ പോയതിന് ശേഷം അവരുടെ മാർക്കറ്റ് വാല്യൂ എന്താണ്, ആ ഒരു ആഴ്ച എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പേസ് എന്ന് പറയുന്ന ഒരു എമേർജിങ് ഫിനോമിനൻ തന്നെയായിരുന്നു, ഇപ്പോഴും അത് എമേർജിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. എസ്പെഷ്യലി ഇൻ ഇന്ത്യ ഇറ്റ്സ് റൈസിങ്. ദിവസവും 2 തവണ കൊയോ സാറ്റലൈറ്റ് കേരളത്തിന് മുകളിലൂടെയും മിന്നി നീങ്ങുന്നുണ്ട്. ആ ചരിത്ര നിമിഷങ്ങൾ തലസ്ഥാനത്തെ ഗ്രൗണ്ട് സ്റ്റേഷനിലിരുന്ന് നിരീക്ഷിക്കുകയാണ് HEX20യിലെ വിദഗ്ധർ. അവർക്കൊപ്പം ആ ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കേരളവും രാജ്യവും. നമസ്കാരം.